ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് 1 kg വരുന്ന കേക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കണം. അതായത് 1/2 കപ്പ് അളവിൽ ആദ്യം ചേർത്ത് കൊടുക്കുക, ശേഷം 1/4 കപ്പ് അളവിൽ, അങ്ങനെ 1/4 കപ്പ് അളവ് മൈദ അളന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡർ, ഡാർക്ക് കോക്കോ പൗഡർ തന്നെ എടുക്കണം. എന്നാലാണ് ആ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിന് നല്ലൊരു ഡാർക്ക് കളറ് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് കളറാവും, ഒരു ലൈറ്റ് കളറാവും നമുക്ക് കിട്ടുക. ആ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ മൊത്തം 1 കപ്പ് അളവിൽ ഫ്ലോർ എടുക്കണം. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്കോ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഈ ഫ്ലോർ മിക്സ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വലിയ മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ 3 എണ്ണം മതിയാകും. ഞാനിപ്പോൾ 3 മുട്ടയെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ചെറിയ സൈസിലുള്ള മുട്ടയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 4 മുട്ട വരെ നിങ്ങൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് ചേർക്കേണ്ടി വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1/4 കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കിട്ടും. ഇപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നത് എങ്കിൽ 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാര എടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ നേരം മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. കേക്ക് ഹാർഡായിട്ട് പോകും. ഏറ്റവും നല്ലത് ഇതുപോലുള്ള സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഫ്ലോർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. 1/4 കപ്പ് അളവിൽ പാലും കൂടി എടുക്കുക. അപ്പോൾ അളവൊക്കെ ഓർത്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇപ്പം 1/4 കപ്പ് അളവിൽ ഓയിൽ, 1/4 കപ്പ് അളവിൽ പാല്, അങ്ങനെയാണ് ചേർത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലോർ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഒരല്പം പാല് ചേർക്കുക, പിന്നെയും ഫ്ലോർ മിക്സ് ചെയ്യുക, പാല് ചേർക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം നമ്മളിത് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പതിയെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ പാന് ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് അളവിൽ ക്രീമാണ് വേണ്ടത്. ഞാനിവിടെ ഫിയോണ ക്രീമാണ് എടുക്കുന്നത്. ഈ ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാകും. 1 കപ്പ് തന്നെ മതിയാവും നമുക്ക് 1 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് ക്രീം വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 1/4 കപ്പ് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ടേൺ ടേബിളിന് മുകളിൽ ഒരു ടിഷ്യൂ ഒന്ന് വെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ കേക്ക് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് ബോർഡിൽ ഒരല്പം ക്രീമാക്കി കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആവാനെടുത്ത ടൈം 35 മിനിറ്റാണ്. ഞാൻ 3 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് 2 കിലോ വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പിൻ്റെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ റെസിപ്പി തന്നെയാണ് നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വെള്ളവും കോഫി പൗഡറും പിന്നെ ചെറീസും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 കിലോ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളവും
പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും പിന്നെ കുറച്ച് നമുക്ക് എത്രയാണോ ചെറി വേണ്ടത് അതിനനുസരിച്ച് ചെറിയും 1/4 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ മാറിയിട്ട് കുപ്പിയിലാക്കി മാറ്റിയിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു 1 kg വെയിറ്റ് വരുന്ന കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് പാകമായിരിക്കും, ബാലൻസ് ഒന്നും വരില്ല. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ സിറപ്പിലിട്ട് വെച്ച് തിളപ്പിച്ച് കുറച്ച് ചെറീസ് ഉണ്ട്, അതുകൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറിൽ ചെറീസ് വെക്കുന്നില്ല, അതിന് പകരം ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും, നമ്മളിങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ ലെയറായിട്ടൊക്കെ ചെയ്യുമ്പം. പിന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് തന്നെ വേണമെന്നില്ല, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലെയറിൽ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ കേക്കിൻ്റെ അവസാന ലെയർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡ്രിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ആക്കി എടുത്തിട്ടുള്ളത് 1:2 എന്നുള്ള റേഷ്യോയിലാണ്. അതായത് ഇപ്പം നമ്മൾ 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ, 1/4 കപ്പ് അളവിൽ ക്രീം എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ്, അങ്ങനെയാണ് 1:2 എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ അളവിൽ ചെയ്തെടുത്താലും മതി, ചോക്ലേറ്റും ക്രീമും ഒരേ അളവിലെടുത്തിട്ട് ചെയ്തെടുത്താലും നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കുമ്പം ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചൂടോടെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡ്രിപ്പ് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ചുറ്റിലും ഡ്രിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ട് ബാക്കി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. പിന്നെ റെസിപ്പി ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ അതേ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെറി ക്രിസ്മസ് എന്ന് എഴുതണം. അപ്പോൾ അത് എഴുതാനായിട്ട് ഞാൻ ഫോണ്ടൻ്റാണ് എടുത്തിട്ടുള്ളത്. ഫോണ്ടൻ്റിൽ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ട് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഷുഗർ ബോൾസും പിന്നെ സ്റ്റാർസ് ഫോണ്ടൻ്റ് വെച്ചിട്ട്, റെഡ് ഫോണ്ടൻ്റ് വെച്ചിട്ട് കുറച്ച് സ്റ്റാർസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ കേക്കിന് ബോർഡർ കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് 1 kg വരുന്ന കേക്ക് നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്താൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. കേക്ക് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ കറക്റ്റ് 1 കിലോനാണ് നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്